എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് 2 മുട്ടയും ഒരു ഏത്തപ്പഴവുമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല നമ്മളിന്ന് തയ്യാറാക്കുന്നത്, ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് സെറ്റാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒട്ടും നനവില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 10 ബദാമാണ്. പിന്നെ ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്യൂ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാർ ചൂടാവാതെ നല്ല ഫൈനായിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ ചൂടാവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുക. തൊലി കറുത്ത ഏത്തപ്പഴമാണ് ഇതിന് ബെസ്റ്റ്, കാരണം അതാകുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവും. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം മാത്രം എടുക്കുക ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് നുറുക്കി പഞ്ചസാരയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടത്തരം വലിപ്പമുള്ള 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്കൊരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മളിത് ഓവനൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തയ്യാറാക്കിയെടുക്കുന്ന കേക്കാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. 1/2 കപ്പിന് 2 ടേബിൾ സ്പൂൺ കുറവ് മാത്രം മതി നമുക്ക് ഓയിൽ. അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പ്, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കാരമൽ സിറപ്പാണ് ഇത്. ഇതും കൂടെ ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഓവറായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അങ്ങനെ ഈ ഒരു മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 തവണയെങ്കിലും നമ്മളൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ മൈദയിലൊക്കെയാണെങ്കിലും ചിലപ്പോൾ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എങ്കിൽ മാത്രമേ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും നന്നായിട്ട് മിക്സ് ആയി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക്, അതായത് മുട്ടയുടെയും ഏത്തപ്പഴത്തിൻ്റെയും ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കരുത്. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് സ്പീഡ് കൂട്ടിയെടുത്തതാണ്. വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ പെരിയൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏത്തപ്പഴം നെയ്യിലൊന്ന് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ നോർമൽ ഒരു പഴുത്ത ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഏത്തപ്പഴം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഈ ഏത്തപ്പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം നമുക്കിങ്ങനെ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു ട്രെയിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഏത്തപ്പഴം വഴറ്റിയത് ചേർക്കുന്ന ടൈമിൽ കുറച്ച് കാഷ്യോ കിസ്മിസോ അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ വെച്ചിട്ടുള്ള കേക്ക് ആകുമ്പോൾ നമ്മൾ ഏത്തപ്പഴം മാത്രം ജസ്റ്റ് വഴറ്റി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്ത എള്ള് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇതൊന്ന് കുക്ക് ചെയ്യുന്നത്. ഒരു 45 മുതൽ 60 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ചൂടൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ആണെന്നുള്ളത്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഹെൽത്തി കൂടിയാണ്. മുട്ടയും ഏത്തപ്പഴവും കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക്, അതായത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക്, മടി കാണുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് അവരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കേക്ക് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1/2 kg വരുന്നൊരു കേക്കാണ്.
ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, അത് കാരണം ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനോടൊപ്പം തന്നെ വേറൊരു കേക്ക് കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ട്രേയിൽ ഞാൻ വേറൊരു കേക്കും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. ആ കേക്ക് ചൂടൊക്കെ മാറിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.